ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്. ഇന്നലെ കേന്ദ്ര സർക്കാരിനെതിരെ തിരുവനന്തപുരത്ത് LDF നടത്തിയ സമരത്തിനിടെ മുഖ്യമന്ത്രി ഒരു കപ്പ് ഉപയോഗിച്ചു. അതിലെഴുതിയ ഈ വാക്കുകൾ ഇന്ന് കേരളമാകെ ചർച്ച ചെയ്യുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ താൻ നേരിട്ട മാനസിക സംഘർഷങ്ങൾ വിവരിച്ച് ആദ്യ കേസിലെ പരാതിക്കാരി പങ്കുവച്ച കുറിപ്പിലെ വരികൾ. മുഖ്യമന്ത്രിയുടെ കയ്യിലെ ആ കപ്പിലെ വാചകങ്ങൾക്ക് തന്റെ ഉള്ളിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ജീവന്റെ തുടിപ്പുണ്ടെന്ന് അവർ തന്നെ കുറിച്ചു. ഇന്നലെ മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് ഈ വാക്കുകൾ. മുഖ്യമന്ത്രിയുടെ PR എന്നൊക്കെ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും അതിജീവിതകളോടുള്ള ഐക്യദാർഢ്യം എന്ന നിലയിൽ ഇത് വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധത്തിൽ യുവജന സംഘടനകളടക്കം ഈ വാചകം ഉയർത്തി. ഈ വാചകം വന്ന വഴി എങ്ങനെയെന്ന് നോക്കാം. സാം മക്ബ്രിറ്റിനി എന്ന ബ്രിട്ടീഷ് എഴുത്തുകാരൻ 1994 എഴുതിയ പുസ്തകമാണ് ഗസ് ഹൗ മച്ച് ഐ ലവ് യു. ലോകത്താകമാനമുള്ള 57 ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെടുകയും 5 കോടി കോപ്പികൾ വിറ്റഴിക്കപ്പെടുകയും ചെയ്ത പുസ്തകം. 400 വാക്കുകൾ കൊണ്ട് ലോകമെമ്പാടുമുള്ള കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളുടെയും ഇടയിലെ സ്നേഹത്തെ മനോഹരമായി നിർവചിച്ച പുസ്തകം. അതിലെ ഏറെ പ്രശസ്തമായ വാചകമാണ് ഐ ലവ് യു റൈറ്റ് അപ് ടു ദ മൂൺ ആൻഡ് ബാക്ക്. ഷിബു ഗോപാലകൃഷ്ണൻ തന്റെ സാമൂഹ്യ മാധ്യമ പ്രൊഫൈലിൽ ആ കഥ ലളിതമായി വിവരിക്കുന്നുണ്ട്. ഉറങ്ങാൻ കിടന്ന അപ്പൻ കാട്ടുമുയലും കുഞ്ഞിമുയലും അവർ ഒരു മത്സരത്തിൽ ഏർപ്പെടുന്നു. അവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന മത്സരം. ചെറിയ കാട്ടുമുയൽ അവന്റെ കുഞ്ഞി കൈകൾ വിടർത്തി എത്തിച്ചേരാവുന്ന ദൂരം കൊണ്ടും അവന്റെ കണ്ണുകൾ കൊണ്ട് എത്തിച്ചേരാവുന്ന അകലങ്ങൾ കൊണ്ടും അവന്റെ ഭാവന കൊണ്ട് എത്തിച്ചേരാവുന്ന വലുപ്പം കൊണ്ടും അപ്പനോടുള്ള സ്നേഹത്തെ അടയാളപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ അപ്പൻ അതിനെയെല്ലാം തോൽപ്പിച്ച് അവനോടുള്ള സ്നേഹം അതിനുമപ്പുറം അടയാളപ്പെടുത്തുന്നു. ഒടുവിൽ കുഞ്ഞിമുയലിന് ഉറക്കം വന്ന് കണ്ണുകൾ അടയാൻ തുടങ്ങി. ജാലകത്തിലൂടെ ദൂരെ ആകാശത്ത് നിൽക്കുന്ന അമ്പിളിമാമനെ അവൻ കണ്ടു. എന്നിട്ട് ജയം ഇങ്ങനെ ഉറപ്പിച്ചു, ഐ ലവ് യു റൈറ്റ് അപ് ടു ദ മൂൺ. ഉറങ്ങിപ്പോയ അവനെ നേരെ കിടത്തി ഉമ്മ വെച്ച് അപ്പൻ മുയൽ അവന്റെ ചെവിയിൽ പറഞ്ഞു, ഐ ലവ് യു റൈറ്റ് അപ് ടു ദ മൂൺ ആൻഡ് ബാക്ക്. കുഞ്ഞുങ്ങളോടുള്ള സ്നേഹത്തെ അളക്കാൻ അതിലും വലിയൊരു ഏകകം ഇന്നുവരെ ഭൂമിയിൽ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതിനുമപ്പുറത്തേക്ക് കുഞ്ഞുങ്ങളെ ആരും സ്നേഹിച്ചിട്ടില്ല.